30 വർഷം മുൻപ് അന്തരിച്ച അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ കാരണം സൂപ്പർതാരം രജനീകാന്ത് വെളിപ്പെടുത്തുന്നതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ്. അന്തരിച്ച മുൻ മന്ത്രിയും സിനിമാ നിർമ്മാതാവുമായ RM വീരപ്പനെ അനുസ്മരിക്കുന്ന വീഡിയോയിലാണ് രജനീകാന്തിന്റെ വെളിപ്പെടുത്തൽ. 1995-ൽ ഭാഷ എന്ന സിനിമയുടെ 100ാം ദിനാഘോഷവേളയിൽ അന്ന് മന്ത്രിയായിരുന്ന RM വീരപ്പനെ വേദിയിലിരുത്തി തമിഴകത്തിൽ ബോംബ് സംസ്കാരം വളർന്നുവരികയാണെന്ന പരാമർശം നടത്തിയ തന്റെ പ്രസംഗമാണ് രാഷ്ട്രീയ പ്രത്യാഘാതത്തിന് കാരണമായതെന്ന് രജനീകാന്ത് പറയുന്നു. സംവിധായകൻ മണിരത്നത്തിന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു പറഞ്ഞ സാഹചര്യത്തിലാണ് ബോംബ് സംസ്കാരമെന്ന പദപ്രയോഗം അന്ന് രജനീകാന്ത് നടത്തിയത്. സർക്കാരിനെതിരായ പ്രസംഗത്തെ വേദിയിലുണ്ടായിരുന്ന RM വീരപ്പൻ എതിർക്കാത്തതിനാൽ ജയലളിത അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. അന്ന് രാത്രി തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നും പിറ്റേ ദിവസം RM വീരപ്പനെ വിളിച്ച് ക്ഷമാപണം നടത്തിയെന്നും രജനീകാന്ത് പറയുന്നു. ജയലളിതയോട് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ തീരുമാനം മാറ്റില്ലെന്നും ഉള്ള പേര് കളയേണ്ടെന്നും RM വീരപ്പൻ പറഞ്ഞതായി രജനീകാന്ത് പറഞ്ഞു. അതോടൊപ്പം വിഷയം കാര്യമായി എടുക്കേണ്ടതില്ലെന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും ഈ സംഭവം തന്റെ മനസ്സിൽ മുറിവായി അവശേഷിച്ചുവെന്നും രജനീകാന്ത് കൂട്ടിച്ചേർത്തു. ജയലളിതയെ രാഷ്ട്രീയമായി എതിർക്കാനുള്ള തന്റെ നിലപാടിന് പിന്നിലുള്ള നിരവധി കാരണങ്ങളിലൊന്നാണിതെന്നും രജനീകാന്ത് വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.